തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ച് തലസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ. മുൻ ഡി.സി.സി. ജനറൽ സെക്രട്ടറിമാരായ തമ്പാനൂർ സതീഷ്, ഉദയൻ, കേരള സ്പോർട്സ് കൗൺസിൽ മുൻ അധ്യക്ഷ പത്മിനി തോമസ് എന്നിവരടക്കമുള്ള 100ഓളം പേരാണ് ബി.ജെ.പിക്കൊപ്പം ചേർന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ഇടതുപാളയത്തിൽ നിന്ന് കൂടുതൽ പേർ എത്തുമെന്നാണ് ബി.ജെ.പിയുടെ അവകാശവാദം. തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയാണ് നേതാക്കളും പ്രവർത്തകരും അടങ്ങുന്ന സംഘം ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ബി.ജെ.പിയുടെ തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർക്ക് സ്വീകരണമൊരുക്കി. സ്വാഗതം, സുസ്വാഗതം. പത്മിനി തോമസിന് സ്വാഗതം. സ്വാഗതം, സുസ്വാഗതം. അധികാര സ്ഥാനം വെച്ച് നീട്ടിയതുകൊണ്ടല്ല കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ എത്തുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. ഇനി എല്ലാ ദിവസവും കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ വരും, നേതാക്കന്മാർ വരും. അതേസമയം മനസ്സുമടുത്താണ് കോൺഗ്രസ് വിടുന്നതെന്നും കുറച്ചുനാളായി ആലോചനയിലായിരുന്നെന്നും ബി.ജെ.പിയിൽ ചേർന്നതിന് ശേഷം പത്മിനി തോമസ് പറഞ്ഞു. പത്മിനി തോമസ് ഈ സംഘടനയിൽ വന്നിരിക്കുന്നത് സ്ഥാനമാനങ്ങളൊന്നും നോക്കിക്കൊണ്ടല്ല. ഇന്ന് ഞാൻ ഒരു സ്ഥാനമാനത്തിൻ്റെയും പുറകെ പോയിരുന്നു. ഈ ബി.ജെ.പി. വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനവും നോക്കിയല്ല ഞാൻ വന്നിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് കോൺഗ്രസുകാർ ബി.ജെ.പിയിലേക്ക് പോകാൻ കാരണമെന്നായിരുന്നു തമ്പാനൂർ സതീഷിന്റെ പ്രതികരണം. ശക്തമായി തന്നെ ബി.ജെ.പിയുടെ മുന്നേറ്റം കേരളത്തിലുണ്ടാകും. അത് ബഹുമാനിയായ മോദിജിയുടെ ഗ്യാരണ്ടിയും ഇന്ത്യയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അദ്ദേഹം നടത്തുന്ന ശക്തമായ പോരാട്ടങ്ങളും ആകർഷിച്ചുകൊണ്ടാണ് ബി.ജെ.പിയിലേക്ക് കോൺഗ്രസുകാരുടെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും ഒഴുക്കുണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് ഇടതു മുന്നണികൾക്ക് കാലിടറുമോ എന്ന് കണ്ടറിയണം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.